ഒരു വർഷം മുമ്പ് 2024 ജൂലൈ 16 കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ ശിരൂരിൽ സംഭവിച്ച മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ ഓർമ്മയ്ക്ക് ഇന്നൊരു വയസ്സ്. കനത്ത മഴയിൽ കുന്നിടിച്ച് റോഡിലേക്ക് ഗംഗാവാലി പുഴയിലേക്കും കുത്തൊഴിച്ചിൽ പതിച്ച മണ്ണും പാറകളും ഒരു നാടിന്റെ താളം തെറ്റിച്ചു. ഈ ദുരന്തത്തിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഉൾപ്പെടെ 11 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. രക്ഷാദൗത്യത്തിലെ വെല്ലുവിളികളും മാധ്യമ ഇടപെടലും ദുരന്തം നടന്നയുടൻ ഗംഗാവാലി പുഴയിലെ കനത്ത ഒഴുക്കും പ്രതികൂല കാലാവസ്ഥയും രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. അർജുൻ അടക്കമുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ അവ്യക്തത തുടർന്നിരുന്നു. ആശങ്ക വർദ്ധിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് മലയാള മാധ്യമങ്ങൾ ശിരൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ മാധ്യമ പ്രവർത്തകർ ദുരന്തഭൂമിയിൽ നിന്നും തത്സമയ വിവരങ്ങൾ പുറത്തെടുക്കാൻ തുടങ്ങിയതോടെ ഭരണകൂടത്തിന് തുടക്കത്തിൽ ആലസ്യം വിട്ട് ഉണരേണ്ടി വന്നു. രക്ഷാദൗത്യം കാര്യക്ഷമമാണെന്നെങ്കിലും വലിയ സമ്മർദ്ദം ഉയർന്നു വന്നത്. ഇതിന് പിന്നാലെയാണ് സുദീർഘമായ രക്ഷാദൗത്യത്തിന് തുടക്കം കുറിക്കുന്നത്. 3 ഘട്ടങ്ങളായി 72 ദിവസത്തോളം നീണ്ടുനിന്ന തിരച്ചിലിന് ശിരൂരിൽ നിന്നും 3 ഘട്ടത്തിൽ ഡിസ്ചാർജ് ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് അർജുനെ കണ്ടെത്താനായത്. ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ നിന്നും അർജുന്റെ മൃതദേഹാവശിഷ്ടം അപകടത്തിൽപ്പെട്ട് ട്രക്കിലും ഡിസ്ചാർജ് ഉപയോഗിച്ച് ഉയർത്തെടുക്കുകയായിരുന്നു. ദുരന്തത്തിൽ മരിച്ച 11 പേരിൽ 9 പേരുടെ മൃതദേഹം പലതവണയായി കണ്ടെത്തിയിരുന്നു. എന്നാൽ അപകടത്തിൽപ്പെട്ട ജഗന്നാഥ് നായിക്, ലോകേഷ് നായിക് എന്നിവരുടെ മൃതദേഹങ്ങൾ 1 വർഷം പിന്നിടുമ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് അവരുടെ കുടുംബങ്ങൾക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മൃതദേഹം ലഭിക്കാത്തതിനാൽ മരണ സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ല. ഇത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സഹായം പോലും അവർക്ക് ലഭിക്കാത്തതിന് തടസ്സമായിരിക്കുകയാണ്. നിലവിൽ 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്കെതിരെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഈ വിഷയത്തിലും ഇതുവരെ സമവായത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. ദേശീയപാത നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും കൊടും കാര്യസ്ഥതയും ശിരൂർ ദുരന്തത്തോടെ വലിയ ചോദ്യചിഹ്നമായി ഉയർന്നിരുന്നു. എന്നാൽ മാധ്യമ ശ്രദ്ധ അകന്നതോടെ പല വിഷയങ്ങളും പഴയപടിയായി. ദുരന്തം സംഭവിച്ച ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്യാൻ വനവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഇതുവരെ സാധിച്ചിട്ടില്ല. പുഴയിൽ ഒഴുകുന്നത് തടസ്സമായി നിൽക്കുന്ന മൺകൂനകളും ഇപ്പോഴും നീക്കം ചെയ്യാതെ കിടക്കുകയാണ്. 1 വർഷം മുമ്പ് ശിരൂരിൽ സംഭവിച്ച ആ ദുരന്തം ഇന്നും ചോദ്യങ്ങളായി അവശേഷിക്കുമ്പോൾ നഷ്ടപ്പെട്ട ജീവനുകളും ഓർമ്മകളും അവശേഷിക്കുന്ന കുടുംബങ്ങളുടെ വേദനയും നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു.